സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഒ ജെ ജനീഷ്, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബിനു ചുള്ളിയിൽ, ശ്രീ ശ്രാവൺ റാവു, ശ്രീ അബ്ദുൾ റഷീദ്, ശ്രീ രാഹുൽ, ശ്രീ മോസിൻ, ശ്രീ റോബർട്ട്, ശ്രീമതി നിമിഷ, രാഹുൽ, ഷമ്മാസ്, സുധീഷ്, വനിത മോഹൻ, രാഹുൽ, ഫർസീൻ മജീദ്, റിൻസി, ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ സംസാരിച്ചിരുന്ന പ്രിയപ്പെട്ട റിജിൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മുഴുവൻ നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, മാധ്യമ പ്രവർത്തകരെ, അവർക്കും എൻ്റെ സാദര നമസ്കാരം. കഴിഞ്ഞ വർഷവും മട്ടന്നൂരിൽ നടന്ന ഷുഹൈബ് അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. CPM-ന്റെ ക്രിമിനലുകൾ അറുകൊല ചെയ്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത്യുജ്വലമായ ഒരു അനുസ്മരണ റാലിയും പരിപാടിയുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 8 വർഷത്തോളമായി നിരന്തരമായി ഈ ഷുഹൈബ് വധ കേസുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ്. ഇന്ന് ഉദ്ഘാടക പ്രാസംഗികൻ പറഞ്ഞു, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വിചാരണ തുടങ്ങാനിരിക്കുകയാണ്. ആ വിചാരണയ്ക്കൊടുക്കം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഷുഹൈബിന്റെ കൊലയാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്നും അവരുടെ കുടുംബത്തിനും നമ്മുടെ പ്രസ്ഥാനത്തിനും നീതി ലഭിക്കും എന്നുമുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ആ ഒരു വിചാരണ ഏതാനും മാസങ്ങൾക്കകം നടക്കാൻ പോകുമ്പോൾ തന്നെ ഷുഹൈബിനെ കൊല്ലാൻ വേണ്ടി ആയുധമെടുത്ത് കൊടുത്തയച്ച CPM-ന്റെ നേതാക്കന്മാർ അവരൊരു വലിയ ജനകീയ വിചാരണ നേരിടാൻ ഇനി 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ആ ജനകീയ വിചാരണയ്ക്കൊടുവിൽ ഈ കേരളത്തിലെ 3.5 കോടി മലയാളികൾക്കും നീതി കിട്ടുന്ന ഒരു സുദിനം അത് അനധിവിദൂരമല്ല. 60 നാളുകൾക്കകം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ തിരിച്ചു വരാൻ പോകുന്ന നാളുകളാണ് വരാനിരിക്കുന്നത്. ഒരു പുതിയ യുഗത്തിന് വേണ്ടി കേരളം കാതോർത്തിരിക്കുകയാണ്. നഷ്ടപ്പെട്ട ഒരു ദശാബ്ദക്കാലത്തെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. അതെല്ലാം തിരിച്ചു പിടിക്കാൻ ഒരു പുതിയ യുഗത്തിന് വേണ്ടി കേരളം കാതോർത്തിരിക്കുന്നു. ആ പുതിയ യുഗത്തിന്റെ പിറവിക്ക് വേണ്ടി, ആ പുതിയ യുഗത്തിന്റെ പ്രതീക്ഷകളുമായി കാസർഗോഡ് നിന്നും കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF-ന്റെ ഒരു ജാഥ, പുതുയുഗ യാത്ര, അത് കേരളത്തിൽ അശ്വമേധം നടത്തി മുന്നോട്ട് പോവുകയാണ്. ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, ഓരോ ദിവസവും അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്നത്, വലിയ പ്രയാസം കാണിക്കുന്നത് CPM-ന്റെ നേതാക്കന്മാരാണ്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ ശരീരഭാഷ മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മാനസിക നില തന്നെ തകരാറിലായോ എന്ന മട്ടിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്ന പ്രതികരണങ്ങൾ. ഞാൻ കണ്ടു, ഇന്ന് രാവിലെ ഒരു കുട്ടി, CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ആ ജില്ലാ പഞ്ചായത്ത് അംഗം ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് പോയി ഒരു സെൽഫി ചോദിക്കുകയാണ്. ആ പെൺകുട്ടിയോട് ഏത് തരത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പെരുമാറിയത് എന്ന് നിങ്ങൾ കണ്ടതല്ലേ? എന്താണെന്ന് മനസ്സിലാകുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വലിയ അപകടത്തെ ഭയക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരഭാഷ മാറിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി തന്റെ സർവസ്വവും നഷ്ടപ്പെടാൻ പോകുന്നു, തന്റെ സർവ്വപ്രതാപങ്ങളും അവസാനിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന്റെ വേവലാതിയാണ് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ നമ്മൾ കണ്ടത്. ഒരു ചെറിയ പെൺകുട്ടി, 25 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, അവരുടെ പാർട്ടിയുടെ പ്രവർത്തക, ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം ചെന്ന് സെൽഫി ചോദിക്കുമ്പോൾ പോലും തട്ടിക്കയറുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ധിക്കാരവും നിങ്ങൾ കണ്ടു. ഏതാനും ദിവസം മുൻപാണ് CPI-യുടെ നേതാവ് ദിവാകരൻ പറഞ്ഞത്, അല്ലേ? എന്താ ദിവാകരൻ പറഞ്ഞത്? ഞങ്ങളൊക്കെ ചാനൽ ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് CPM ഏറ്റവും പ്രതിസന്ധിയിലുള്ള ചർച്ചയാണെങ്കിൽ പോലും വളരെ മിതമായ ഭാഷയിൽ, മാന്യമായ രീതിയിൽ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്
തന്നാൽ കഴിയുന്ന വിധം CPM-നെ ന്യായീകരിച്ചിരുന്ന ഒരു നേതാവായിരുന്നു ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. അന്തരിച്ചുപോയി. റജിലിനറിയാം. ചർച്ചയുടെ ഇടവേളകളിലൊക്കെ സാധാരണഗതിയിൽ CPM നേതാക്കളുമായിട്ട് അങ്ങനെ സൗഹാർദ്ദമില്ലാത്ത റിജിലിനോട് പോലും അനുഭവമായിരിക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം സ്റ്റുഡിയോയിൽ ഒരുമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ തട്ടി ചോദിക്കും, സന്ദീപ് മകൻ ഇപ്പൊ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു, കുടുംബത്തിന് സുഖമല്ലേ? അങ്ങനെ വളരെ മാന്യനായിട്ടുള്ള ഒരു സഖാവ് ആനത്തലവട്ടം ആനന്ദൻ. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ അമ്മ മരിച്ചു പോയപ്പോൾ അദ്ദേഹം ഫോൺ ചെയ്ത് ആശ്വസിപ്പിച്ചിരുന്നു. ആ മാന്യനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ സഖാവ് ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ പ്രചരണ ജാഥയുമായി പോയ പിണറായി വിജയനും സംഘത്തിനും അവിടെ ഉച്ചഭക്ഷണം ഒരുക്കുകയാണ്. അപ്പോ ആനത്തലവട്ടം ആനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള പ്രശ്നം എന്താ? അത് ആനത്തലവട്ടം ആനന്ദൻ ആ കാലത്ത് VS അച്യുതാനന്ദന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ആനത്തലവട്ടത്തെ പോലെ ഒരു മുതിർന്ന നേതാവിനോട് പോലും വലിയ അസംതൃപ്തി പിണറായിക്കുണ്ടായിരുന്നു. അദ്ദേഹം ഭക്ഷണം വിളമ്പി വെച്ചപ്പോ മീൻകറിയിൽ ഇങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചത്ര, ഇത് എന്ത് മീനാണ് എന്ന് ചോദിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ ദിവാകരൻ പറയുകയാണ്, ഇത് ചൂരമീനാണ്. നെയ്മീൻ കിട്ടാത്ത വിഷമത്തിൽ, നെയ്മീൻ കിട്ടാത്ത പ്രതിഷേധത്തിൽ ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ, വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയ അല്പനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ലജ്ജയുണ്ട്. ഇത് അല്പത്തരന്നല്ലാതെ എന്താ പറയാ? നമ്മുടെ നേതാക്കന്മാരെ ഉണക്കമീൻ കൊടുത്താലും കഴിച്ചിട്ട് പോലെ. ഇനി മീൻ വേണ്ട, മീൻ പൊരിച്ച ചട്ടിയിൽ ചോറിട്ട് ഇളക്കി കൊടുത്ത് അത് കഴിച്ചിട്ട് പോകും. സാധുക്കളാ കോൺഗ്രസിന്റെ നേതാക്കന്മാര്. പക്ഷെ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി നെയ്മീൻ കിട്ടാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഇതിന് അല്പത്തരം എന്നല്ലാതെ എന്താ പറയേണ്ടത്? സഹപ്രവർത്തക ഒരു ചെറിയ പെൺകുട്ടി സെൽഫി ചോദിക്കുമ്പോൾ അതിനോട് ദേഷ്യപ്പെടുക, അതിനെ ആട്ടിയകറ്റുക. ആനത്തലവട്ടത്തെ പോലെ ഒരു പ്രമുഖ നേതാവിന്റെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോവുക. ഇതുപോലെയുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇപ്പോ അദ്ദേഹത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം മുൻപ് ചില പത്രസമ്മേളനങ്ങൾ അദ്ദേഹം ചിരിക്കാൻ തുടങ്ങിയിരുന്നു. എനിക്ക് എന്താന്ന് മനസ്സിലായില്ല. അപ്പൊ PR ടീമിന്റെ അഡ്വൈസ് ആണെന്നാ പറയുന്നത്. ഇവിടെ കിണറ്റിൽ ഇറങ്ങിയൊരു ചങ്ങായി ഉണ്ടല്ലോ, അയാളാണ് ഇപ്പോ ഇവരുടെ PR ടീമിന്റെ അഡ്വൈസർ എന്ന് പറയുന്നത്. അഴീക്കോട് പോയി കിണറിലിറങ്ങിയാള്, പഴയ മാധ്യമ പ്രവർത്തകൻ, അയാളാണ് ഇപ്പൊ അഡ്വൈസ് ചെയ്യുന്നത്. ഇയാളാണത്രേ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഐഡിയ പറഞ്ഞു കൊടുത്തത്. എന്താണ് ഐഡിയ? 2 പത്രങ്ങളിൽ പരസ്യം കൊടുക്കണം. സുപ്രഭാതത്തിലും സിറാജിലും പരസ്യം. എന്താണ്? സന്ദീപ് വാര്യരെ കുറിച്ച് പരസ്യം കൊടുക്കണം. അങ്ങനെ പരസ്യം കൊടുത്താൽ നമുക്ക് മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ കിട്ടും. ഈ പരസ്യം കൊടുത്ത് പോയ ചെങ്ങാതി പിന്നെ ഫോൺ ഓഫ് ചെയ്തു വെച്ചു എന്നാ പറയുന്നത്. ഈ ഒരു പരസ്യം മാത്രം കാരണം അവിടെ വോട്ടുകൾ നഷ്ടപ്പെട്ടു. ആ പരസ്യം കൊണ്ട് മാത്രം പാലക്കാട് അവർക്ക് ഒരുപാട് വോട്ടുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ പാലക്കാട് CPM-നെ കിണറ്റിലിറക്കിയ അതേ കിണറേഷാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ PR ഉപദേശകൻ എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ചിരിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷേ എത്ര വിനയം മുഖത്ത് വാരിപ്പൊത്തിയാലും ഉള്ളിലുള്ള ഡ്രാക്കൂള പുറത്തു വരും എന്നാണ് പിണറായി വിജയന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അദ്ദേഹം എത്ര മുഖത്ത് വിനയം വാരിപ്പൊത്തിയാലും ഉള്ളിലുള്ള രക്തരക്ഷസിന്റെ സ്വഭാവം അത് പുറത്തേക്ക് വരും. സ്വാഭാവികമാണ്. മനുഷ്യന്റെ മൃതദേഹങ്ങൾ കണ്ട്, മനുഷ്യന്റെ ചിതറിച്ച ചോരത്തുള്ളികൾ കണ്ട് ആനന്ദം കൊള്ളുന്ന ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഖ്യമന്ത്രി, അതിൽ പ്രതിയായിരുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി അദ്ദേഹം അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം വളർന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ അദ്ദേഹം ശാന്ത സ്വഭാവിയായെന്നോ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അത്തരം സ്വഭാവങ്ങൾ ഇല്ലാതായെന്നോ നമ്മളാരും വിശ്വസിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഇനി 60 ദിവസത്തിനകം വരാനിരിക്കുന്ന ആ ജനകീയ വിചാരണയിൽ ആദ്യത്തെ ശിക്ഷ ഏറ്റുവാങ്ങാൻ പോകുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളത്തിന്റെ മണ്ണിനെ മുച്ചൂടും മുടിപ്പിച്ച ആ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ്. കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്, സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ടല്ലോ. കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത, UDF പോലും പ്രതീക്ഷിക്കാത്ത വിജയം പല സ്ഥലങ്ങളിൽ നിന്നുണ്ടായി. 4 പതിറ്റാണ്ടും 5 പതിറ്റാണ്ടുമായി ഇടതുപക്ഷം അവരുടെ കോട്ടകളായി കാത്തു സൂക്ഷിച്ചിരുന്ന പല പഞ്ചായത്തുകളിലും അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. ചരിത്രത്തിൽ ആദ്യമായിട്ട് UDF-ന്റെ മെമ്പർമാരുണ്ടായി പല സ്ഥലങ്ങളിലും. 0-ൽ നിന്ന് 5-ലേക്കും 10-ലേക്കും പല പഞ്ചായത്തുകളിലേക്ക് കുതിച്ചു. ഭരണം കിട്ടിയ പഞ്ചായത്തുകൾ മാത്രമല്ല ഞാൻ പറയുന്നത്. കേരളത്തിലെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 ജില്ലാ പഞ്ചായത്തുകൾ
ബഹുഭൂരിപക്ഷം വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾ, ബഹുഭൂരിപക്ഷം വരുന്ന മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകളിൽ 4 കോർപ്പറേഷനുകളും UDF കിട്ടി. 166 വോട്ടിന്റെ, കേവലം 166 വോട്ടിന്റെ മെജോറിറ്റി കൊണ്ട്, ഭൂരിപക്ഷം കൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്നൊരു ഒറ്റ കോർപ്പറേഷൻ വെച്ച് അവർ നാളം മറയ്ക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഒറ്റ കോർപ്പറേഷൻ പോലും ഉണ്ടാവില്ല. ഐതിഹാസികമായ, ഉജ്ജ്വലമായ, സമാനതകളില്ലാത്ത വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ ജനങ്ങൾ നൽകി. എന്തുകൊണ്ടാണ് UDF ജനങ്ങൾ പിന്തുണ നൽകിയത്? എന്തുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ ജനങ്ങൾ പിന്തുണ നൽകിയത്? അത് കേവലം നമ്മുടെ ചന്തം കണ്ടിട്ട് മാത്രമല്ലല്ലോ. അല്ല, മറിച്ച് എന്താ, കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മടുത്ത ജനങ്ങൾ, മനമെടുത്ത ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് വന്ന് നമുക്ക് വോട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ജനങ്ങളോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട്. കേവലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗിൽ മാത്രം ഇത് അവസാനിക്കുന്നതല്ല. ഈ സർക്കാരിനെതിരെയുള്ള വികാരം അവസാനിക്കുന്നതല്ല. അവരാഗ്രഹിക്കുന്നത് ഈ സർക്കാർ പുറത്തു പോകണം എന്നുള്ളതാണ്. പിണറായി സർക്കാർ പുറത്തു പോകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തിനാ പിണറായി പുറത്തു പോകുന്നത്? നോക്കൂ, സംഘപരിവാറിനെ വെല്ലുന്ന രീതിയിൽ, സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന രീതിയിൽ RSSന്റെ വർഗീയ രാഷ്ട്രീയ അജണ്ട കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുകയല്ലേ CPM. ആലപ്പുഴയിൽ നിന്ന് സജി ചെറിയാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുകയാണ്, മലബാറിൽ, വിശിഷ്യ മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ UDF നേടിയ വിജയത്തിന് പുറകിൽ അത് വർഗീയതയുടെ പിൻബലത്തോടു കൂടിയുള്ള വിജയമാണ്. ആ വോട്ടുകൾ വർഗീയതയുടെ വോട്ടാണെന്ന് ആരാ പറയുന്നത്? സജി ചെറിയാൻ പറയുന്നു. എന്താ കാരണം പറയുന്നത്? മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരുമൊക്കെ വിജയിച്ച ആളുകളുടെ പേരെടുത്ത് പരിശോധിച്ചാൽ മതി എന്നാ പറയും. പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വർഗീയതയാവോ? ഇതേ ഭാഷ നമ്മൾ മുൻപ് ആരുടെ കയ്യിൽ നിന്നാണ് കേട്ടത്? ആരുടെ നാക്കിൽ നിന്നാണ് ഇതേ ഭാഷ നമ്മൾ കേട്ടിട്ടുള്ളത്? അത് മറ്റാരുടെയും നാവിൽ നിന്നല്ല, അമിത്ഷായുടെ നാവിൽ നിന്നാണ് സമാനമായിട്ടുള്ള, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ നാക്കിൽ നിന്നാണ് സമാനമായിട്ടുള്ള രീതിയിലുള്ള വർഗീയ പ്രചരണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ CPMന്റെ നേതാവ്, സമുന്നതനായിട്ടുള്ള നേതാവ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നു, എന്താ പറയുന്നത്? മലബാറിൽ കോൺഗ്രസ് നേടിയ, UDF നേടിയ വിജയത്തിന് പുറകിൽ വർഗീയതയാണ്. അതിന് കാരണമായി പറയുന്നത് ജയിച്ചു വന്നവരുടെ പേര് നോക്കിയാൽ മതി. അങ്ങനെ പേര് നോക്കിയാൽ അതെങ്ങനെയാ വർഗീയതയായി ചാപ്പ കുത്താൻ പറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഞ്ചാബിലേക്ക് നോക്ക്. പഞ്ചാബിലെ മുഖ്യമന്ത്രി സിഖ് സമുദായക്കാരൻ, പഞ്ചാബിലെ മന്ത്രിമാരിൽ കൂടുതൽ സിഖ് സമുദായക്കാർ, MP-മാരിൽ കൂടുതൽ സിഖ് സമുദായക്കാർ, MLA-മാരിൽ കൂടുതൽ സിഖ് സമുദായക്കാർ. എന്താ കാരണം? അവിടെ കൂടുതൽ ആളുകൾ താമസിക്കുന്നത് സിഖ് സമുദായത്തിലുള്ളവരാണ്. സ്വാഭാവികമായിട്ടും ഏത് സമുദായത്തിൽപ്പെട്ടവരാണോ ഒരു പ്രദേശത്ത് കൂടുതൽ താമസിക്കുന്നത്, അവരിൽ നിന്നുള്ള പൊതുപ്രവർത്തകർ കൂടുതലായിട്ട് അവിടെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അവരിൽ നിന്നുള്ളവർ കൂടുതലായി ജയിച്ചു വരും. അതിലെന്താ തർക്കമുള്ളത്? അത് സ്വാഭാവിക യുക്തിയല്ലേ, കേവലമായിട്ടുള്ള യുക്തിയല്ലേ, കോമൺ സെൻസ് അല്ലേ? ഇനി അങ്ങനെയല്ലെങ്കിൽ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ തോറ്റവരുടെ ലിസ്റ്റ് കൂടി നിങ്ങളൊന്ന് പ്രചരിപ്പിക്കുക, അതല്ലെങ്കിൽ പുറത്തുവിട്. അപ്പൊ അറിയാലോ, മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ നിങ്ങൾ സീറ്റ് കൊടുത്ത് നിങ്ങൾ തോറ്റുപോയവരുടെ ലിസ്റ്റ് കൂടി പുറത്തുവിട്ടാൽ തീരാവുന്ന സംശയം മാത്രമേ ഉള്ളൂ. ഇനി അതല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ ജയിച്ചവരുടെ ലിസ്റ്റ് പുറത്തുവിട്ട് മതം നോക്കാൻ പറ്റുമോ? തിരുവനന്തപുരം ജില്ലയിലെ ലിസ്റ്റ് പുറത്തുവിട്ട് നായർ സമുദായങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് അത് വർഗീയ വോട്ടാണ് എന്ന് പറയാൻ സാധിക്കോ? കൊല്ലം ജില്ലയിൽ ഈഴവ സമുദായങ്ങൾ കൂടുതൽ സ്ഥലത്ത്, അല്ലെങ്കിൽ ആലപ്പുഴയിൽ അത് വർഗീയതയുടെ തെരഞ്ഞെടുപ്പാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ മുഴുവൻ കുറ്റവും, മുഴുവൻ ആക്ഷേപവും സംഘപരിവാറിനെ വെല്ലുന്ന രീതിയിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു ആക്ഷേപം CPM ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള സാഹചര്യം. അത് സജി ചെറിയാൻ മാത്രമല്ല, AK ബാലനടക്കമുള്ളവർ. ബാലേട്ടനോട് എനിക്ക് വലിയ സ്നേഹമുണ്ട്. കാരണം ബാലേട്ടന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് കോൺഗ്രസിൽ വന്ന് ചേർന്നയാളാണ് ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നല്ല കുട്ടിയെന്ന്. ബാലേട്ടൻ സർട്ടിഫിക്കറ്റ് എന്ന്, ആ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഞാൻ ഇന്ദിരാഭവനിലേക്ക് വന്നത്. ആ ബാലേട്ടൻ പറയുന്നു, എന്താ പറയുന്നത്? UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി, അല്ലെ, UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും. UDF അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ബാലേട്ടന് പോലും സംശയമില്ല. UDF വരുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് പോലും സംശയമില്ല. പക്ഷെ UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യും. നോക്കൂ, എന്ത് അല്പത്തരമാണ് ഈ പറയുന്നത്. കുറെ ദിവസങ്ങളായി ഇവിടുത്തെ സംഘപരിവാറും CPM ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുത്തപ്പോ അഹോ മഹാപരാധം, ഇതാ കേരളത്തെ വർഗീയത വിഴുങ്ങുന്നു. കോൺഗ്രസ് എന്തോ ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻപിൽ പോയി കീഴടങ്ങിയിരിക്കുന്നു. എന്തൊക്കെ പ്രചരണങ്ങളാണ്! എന്തിനു വേണ്ടിയിട്ടാ പ്രചരണം നടത്തുന്നത്? ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങളെ, സഹോദരന്മാരെ ഭയപ്പെടുത്താൻ വേണ്ടി, അവരിൽ ഭയമുണ്ടാക്കാൻ വേണ്ടി, എന്നിട്ട് കേരളത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി പറയാണ് ഇതാ ജമാഅത്തെ ഇസ്ലാമിയും UDF-ഉം തമ്മിൽ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്ത് നെറികെട്ട നിലപാടാണിത്! 4 പതിറ്റാണ്ട് കാലം ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കിയതാരാ? ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിൽ അടച്ചിട്ട റൂമിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചർച്ച നടത്തിയതാ? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി ചർച്ച നടത്തിയതാരാ? ആ ചർച്ച നടത്തിയ നേതാവിന്റെ പേര് അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ എന്നല്ലേ? പോലും കൈവിടുക എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുടെ ഉറ്റ സുഹൃത്തായിരിക്കുന്നവരാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വ്യക്തമായ നിലപാടുകളുള്ള ഒരു മതസംഘടനയാണ്. അതിനകത്ത് അവർക്ക് ദേശീയ സാർവദേശീയ നിലപാടുകൾ അടക്കമുണ്ട്. അങ്ങനെ ഇല്ലാതെയുള്ളൊരു കൂട്ടരായിട്ട് അവരെ വളരെ ചുരുക്കി കണ്ടോ എന്നുള്ളൊരു സംശയം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ ഈ CPM-കാരുടെ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. പക്ഷെ മിനിമം ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിലിറങ്ങി ഒന്ന് മുങ്ങുകയെങ്കിലും വേണമെന്ന് മാത്രമേ CPM-കാരോട് പറയാനുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പാൽപ്പായസം പോലെ വാരി ഭുജിച്ച് നാണം കെട്ട പിണറായി വിജയൻ സംഘം പറയുന്നു വെൽഫെയർ പാർട്ടി UDF നോട്ട് ചെയ്താൽ എന്തോ മഹാപരാധം അല്ലേ? ശബ്ദം ആരും നിങ്ങൾക്ക് അറിയാലോ. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, അവരിൽ എന്താ കുഴപ്പമുള്ളത്, അവർക്ക് സാർവദേശീയ നിലപാടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയതാണ്. ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ എഴുതി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇടതുപക്ഷ മതേതര ശക്തികളെ രാജ്യത്ത് പുഷ്ടിപ്പെടുത്തുമെന്ന് ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ എഴുതി. എന്നിട്ട് പറയുകയാണ് UDF-ന് പിന്തുണ കൊടുത്താൽ എന്തോ മഹാപരാധം. ഞങ്ങൾ അന്നും ഇന്നും നോക്കൂ, ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നതിന് ശേഷം ഏറ്റവും ആദ്യം പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നെഹ്റു കുടുംബത്തെ കുറിച്ചാണ്. ഇപ്പൊ മതരാഷ്ട്രവാദത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, മതരാഷ്ട്രവാദത്തിന്റെ പേരിൽ അതല്ലെങ്കിൽ വംശീയ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള അവകാശവാദത്തിന്റെ പേരിൽ അതിനു മുന്നിൽ തലകുനിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ 2 മുൻ പ്രധാനമന്ത്രിമാരുടെ രക്തസാക്ഷിത്വം കൊണ്ട് ആ രക്തസാക്ഷിത്വം അനുഭവിക്കേണ്ടി വന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഖാലിസ്ഥാൻ തീവ്രവാദം എന്തായിരുന്നു? മതരാഷ്ട്രവാദമല്ലേ ഖാലിസ്ഥാൻ തീവ്രവാദം. ആ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ മുൻപിൽ തലകുനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തീവ്രവാദത്തെ തച്ചു തകർക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധിക്ക് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത്. തമിഴ് രാഷ്ട്രം എന്ന് പറയുന്നത് LTTയുടെ വാദമാണ്. അതൊരു വംശീയ രാഷ്ട്രത്തിന്റെ പരികൽപ്പനയാണ് പുലികൾ ചെയ്തിരുന്നത്. അവർക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചത് കൊണ്ടാണ് രാജീവ് ഗാന്ധിക്ക് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത്. എന്നിട്ട് ആ പാർട്ടിയെ നോക്കിക്കൊണ്ട് പറയുകയാണ് മതരാഷ്ട്രവാദികളുടെ മുൻപിൽ കീഴടങ്ങിയെന്ന്. ഞാനൊരു കാര്യം നിസ്സംശയം പറയാം, വർഗീയവാദികളുടെ മുൻപിൽ CPM കീഴടങ്ങിയിടത്തോളം, വർഗീയവാദികളുടെ മുമ്പിൽ RSS-ന്റെ മുന്നിൽ, സംഘപരിവാറിന്റെ മുന്നിൽ പിണറായി വിജയൻ കീഴടങ്ങിയിടത്തോളം നാണം കെട്ട കീഴടങ്ങൽ ഇന്നേ വരെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവിന് ഉണ്ടായിട്ടില്ല. ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ ഊരിയ വാളിന്റെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും നടുക്കുകൂടി നടന്നുപോയി എന്ന് വീരസ്യം പറഞ്ഞ പിണറായി ഇന്ന് അമിത്ഷാ പറയുന്ന ഫയലുകളിൽ മുഴുവൻ ഒപ്പിട്ട് കൊടുക്കുന്ന നാണം കെട്ട അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ RSS-ന്റെ വിദ്യാഭ്യാസ അജണ്ട, പുതിയ വിദ്യാഭ്യാസ അജണ്ട, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP, അത് കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചത് കേവലം ഇടതുപക്ഷ മുന്നണി മാത്രമല്ല, ഐക്യ മുന്നണി UDF കൂടി ഒരുമിച്ചാണ് നിയമസഭയ്ക്കകത്ത് പ്രസ്താവിച്ചത്. ഞങ്ങളിത് കേരളത്തിൽ നടപ്പാക്കില്ല, RSS-ന്റെ വിദ്യാഭ്യാസ അജണ്ട കേരളത്തിലേക്ക് ഒളിച്ചു കടത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇവരെന്താ ചെയ്തത്? മന്ത്രിസഭയിൽ അടുത്തിരിക്കുന്ന രാജൻ മന്ത്രിയോട് പോലും പറയാതെ, CPI-കാരനായിട്ടുള്ള രാജനോട് പോലും പറയാതെ, മുന്നണിക്കകത്ത് ഒരുമിച്ചിരിക്കുന്ന CPI-യുടെ ബിനോയ് വിശ്വത്തോട് പോലും പറയാതെ രാഖി രാമാനം ഡൽഹിയിൽ പോയി അമിത്ഷാ പറയുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ തുല്യം ചാർത്തി തിരിച്ചു വന്ന മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. ഞാൻ ഇവിടുത്തെ സഖാക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു,
ജീവിതത്തിലുടനീളം നിങ്ങൾ ഉയർത്തിപ്പിടിച്ചത് സംഘപരിവാറിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണെങ്കിൽ, RSSനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണെങ്കിൽ, എന്തേ നിങ്ങളുടെ മുഖ്യമന്ത്രി ഇപ്പോൾ RSS എന്ന് കേട്ടാൽ മുട്ടുപറയ്ക്കുന്നു? എന്തേ അമിത്ഷാ പറയുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഒപ്പിട്ട് കൊടുക്കുന്നു? എന്തേ മോദി പറയുന്ന എല്ലാ പരിപാടികളും കേരളത്തിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നടപ്പാക്കി കൊടുക്കുന്നു? കാരണം നിങ്ങൾക്കിപ്പോൾ ഭയമുണ്ട്. നേരത്തെ പിണറായി പറഞ്ഞതുപോലെ തന്നെ മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്ന് അദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോ അത് അന്വർത്ഥമായിരിക്കുകയാണ്. പിണറായി വിജയന്റെ മടിയിൽ കനമുണ്ട്. എന്താണ് ആ കനം? ആ കനമെന്ന് പറയുന്നത് വീണ വിജയൻ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന സ്വന്തം മകളുടെ പാപഭാരമാണ് അദ്ദേഹത്തിന്റെ മടിയിലുള്ളത്. അത് മാത്രമല്ല, അദ്ദേഹം അടക്കം പങ്കുള്ള നിരവധിയായിട്ടുള്ള അഴിമതി കേസുകൾ, അതിന്റെ ഫയലുകൾ അമിത്ഷായുടെ ടേബിളിന് മുകളിലിരിക്കുന്നു. കരിവന്നൂർ കേസും മാസപ്പടി കേസും SNC ലാവ്ലിൻ കേസും അടക്കം CPMന്റെ നേതാക്കന്മാരെ വേട്ടയാടുന്ന ഒട്ടേറെ അഴിമതി കേസുകൾ BJPയുടെ പരിഗണനയിലിരിക്കുമ്പോൾ അമിത്ഷായുടെ വാത്സല്യമില്ലെങ്കിൽ, അമിത്ഷായുടെ പിന്തുണയില്ലെങ്കിൽ പിണറായി വിജയൻ ഇതിനകം ജയിലിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയില്ല, വഴിയില്ല. അതുകൊണ്ട് RSS പറയുന്നിടത്ത്, BJP പറയുന്നിടത്ത്, അമിത്ഷാ പറയുന്നിടത്ത് തലകുനിക്കാൻ വിധിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിന് മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. ഞാൻ എന്റെ ശബ്ദം കേട്ട് നിൽക്കുന്ന DYFI സഖാക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 1.5 കോടി ഉറുപ്പിക വീണ വിജയൻ തൈക്കണ്ടിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നത് അതേതെങ്കിലും പ്രവൃത്തി കരിമണൽ കമ്പനിക്ക് വേണ്ടി ചെയ്തു കൊടുത്തതിന്റെ പേരിലല്ല, മറിച്ച് സ്വാധീന ശക്തിയുള്ള അച്ഛന്റെ മകളായതുകൊണ്ടാണ്, സ്വാധീന ശക്തിയുള്ള പിതാവിന്റെ മകളായതുകൊണ്ടാണെന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ പറയുന്നില്ലേ? അത് മാറ്റാൻ കഴിയില്ലല്ലോ, വിധിയിൽ പറയുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു DYFIക്കാരൻ സഖാവ് അവന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു 100 രൂപ അനധികൃതമായിട്ട് വന്നാൽ അവൻ പാർട്ടി നേതൃത്വത്തിന് അനഭിമതനാണെങ്കിൽ അവൻ ഇന്ന് ആ പാർട്ടിയിൽ ഉണ്ടാവും, അവനെതിരെ നടപടി ഉണ്ടാവില്ലേ? പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളാണ്, പിണറായി വിജയന്റെ മകളായതുകൊണ്ട് CPMന്റെ സഖാക്കന്മാർക്ക്, DYFI നേതാക്കന്മാർക്ക് മറ്റൊരു പോംവഴിയുമില്ലാതെ അതിനെ മുഴുവൻ പിന്തുണയ്ക്കേണ്ട ഗതികേടിലാണ് ഇന്ന് ആ പാർട്ടി ഉള്ളത്. അഴിമതി ചെയ്യുന്ന ഈ കുടുംബ നേതൃത്വത്തെ പിന്തുണയ്ക്കേണ്ട, ആ കുടുംബ നേതൃത്വത്തിനെ ജയ് വിളിക്കേണ്ട ഗതികേടിൽ ഇന്ന് സഖാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, അമർഷം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന, തങ്ങളുടെ നേതൃത്വത്തിനെതിരായിട്ടുള്ള വികാരം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും CPMകാരനും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത് അത് ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് എന്നുള്ള നല്ല ബോധ്യം നമുക്കുണ്ടാവണം. അവർ നമുക്കാ വോട്ട് ചെയ്തത്. എന്താ കാരണം? സഖാക്കൾക്കറിയാം, ഈ നാട്ടിലെ നല്ല സഖാക്കൾക്ക് ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? മരിച്ചു പോകുമ്പോൾ പുതയ്ക്കാൻ ഒരു ചെങ്കൊടി ഉണ്ടാകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. തങ്ങൾ മരിച്ചു പോകുമ്പോൾ പുതയ്ക്കാൻ ഒരു ചെങ്കൊടി ഉണ്ടാവണം, വിളിക്കാൻ സഖാക്കൾ മുദ്രാവാക്യം വിളിച്ച്, ഇൻകുലാബ് വിളിച്ച് തങ്ങളെ അവസാന യാത്രയാക്കണമെന്ന് നല്ല സഖാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തങ്ങൾ മരിച്ചു പോകുന്നതിന് മുമ്പ് സ്വന്തം പാർട്ടി മരിച്ചു പോകുമോ എന്ന ഭയപ്പാടിലാണ് ഇന്ന് സഖാക്കൾ ഉള്ളത്. ഈ പിണറായി വിജയന്റെ ദുർഭരണം ഇതുപോലെ മുന്നോട്ട് പോയാൽ തങ്ങളുടെ പാർട്ടി ബാക്കി ഉണ്ടാവില്ല എന്ന് തിരിച്ചറിവുള്ള ആ സഖാക്കൾ വന്ന്, CPM കുടുംബങ്ങൾ വന്ന്, കമ്മ്യൂണിസ്റ്റുകാർ വന്ന് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാ? ഈ പിണറായി വിജയന്റെ ദുർഭരണം അവസാനിക്കണം. ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല. എക്കാലത്തും ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള കവി സച്ചിദാനന്ദൻ പറഞ്ഞു, ഈ ഭരണം മുന്നോട്ട് പോയാൽ ഇനി CPM ബാക്കി ഉണ്ടാവില്ല. ഇങ്ങനെ ഭരണം മുന്നോട്ട് പോയാൽ CPM ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് കവി സച്ചിദാനന്ദനാ. ആ കവിയെ തിരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ ഹമീദ് ചേന്നമംഗലൂരും പറഞ്ഞിട്ടുണ്ട്. ഹമീദ് ചേന്നമംഗലൂർ പണ്ട് CPM നേതാക്കന്മാർ ഉറപ്പുവരുത്തണം, അണികൾ ഉറപ്പുവരുത്തണം പാർട്ടി തോൽക്കുമെന്ന്, ഇല്ലെങ്കിൽ പാർട്ടി ബാക്കി ഉണ്ടാവില്ല. അതുപോലെ ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ, അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ, ജനവിരുദ്ധതയും സംഘപരിവാർ ദാസ്യവും നിറഞ്ഞ ഒരു ഗവൺമെന്റാണ് ഇന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ്. ഞാനതിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് അധികാരത്തിന് പുറത്തു പോവുക എന്നുള്ളത് അത് കാലത്തിന്റെ കാവ്യനീതിയാണ്. പുറത്തു പോയേ പറ്റൂ. അതല്ലെങ്കിൽ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. യൂത്ത് കോൺഗ്രസ് സമാനതകളില്ലാത്ത സമര പ്രക്ഷോഭങ്ങളുമായി കേരളത്തിന്റെ തെരുവുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. PSC റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഞാൻ വരുന്നത് മിനിഞ്ഞാന്ന് മലപ്പുറത്ത് PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് നേടിയിട്ടും, നിങ്ങൾ കേൾക്കണം, 1ാം റാങ്ക് നേടിയിട്ടും ജോലി കിട്ടാതെ പോയ റാഷിദ എന്ന് പറയുന്ന ടീച്ചറെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ വരുന്നത്. ആ റാഷിദ ടീച്ചർ പറയുന്നത് കേട്ടാൽ, അവരുടെ വാക്കുകൾ കേട്ടാൽ മനസ്സാക്ഷിയുള്ള ഒരാൾക്കും വേദനയോടെ അല്ലാതെ അത് കേട്ടിരിക്കാൻ പറ്റില്ല.
പട്നിയും പരിവട്ടവുമായി വളർന്നു വന്ന ഒരു ജീവിത സാഹചര്യം, ഒരു സർക്കാർ ജോലി എന്ന അദമ്യമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് രാവും പകലും ഉറക്കമില്ലാതെ പഠിച്ച് ആ കുട്ടി അവസാനം PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് നേടുന്നു. 1ാം റാങ്ക്. അവസാനം ആ റാങ്ക് ലിസ്റ്റ് നടപ്പാക്കുന്നില്ല, അവർക്ക് ജോലി ലഭിക്കുന്നില്ല. ഒരു റാഷിദയല്ല, കേരളത്തിൽ നിരവധി പേർ അതുപോലെ റാങ്ക് ലിസ്റ്റിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനം കിട്ടിയിട്ടും അവർക്ക് ജോലി ലഭിക്കാതെ പോകുന്നു. ആർക്കായി ഈ ജോലിയൊക്കെ കിട്ടിയത്? ഈ ജോലി മുഴുവൻ കിട്ടിയത് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ, ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ ഭാര്യമാർ, CPM നേതാക്കന്മാരുടെ ബന്ധുക്കൾ, അങ്ങനെയുള്ളവർക്ക് ഈ ജോലി കിട്ടുന്നു. ഈ നാട്ടിൽ യുവാക്കൾ കഷ്ടപ്പെട്ട് പഠിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ വന്നാലും അവർക്ക് തൊഴിൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. യുവാക്കളുടെ സ്ഥിതി മാത്രമല്ല, മറുവശത്ത് നമ്മുടെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ഒക്കെ പൂർണ്ണമായിട്ട് വരുത്തവർക്ക്. ഇന്നത്തെ ചെറുപ്പക്കാർ കേരളത്തിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നു, ചെറുപ്പക്കാരുടെ മസ്തിഷ്ക ചോരണം സംഭവിക്കുന്നു, ആളുകൾ പുറമേക്ക് പോകുന്നു. ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല, പഠിച്ച വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർ പുറത്തേക്ക് പോകുമ്പോ മലയാളികളില്ലാത്ത കേരളമായിട്ട് ഇത് മാറുന്നു. തെക്കൻ കേരളത്തിലേക്കൊക്കെ ഒരുപാട് വീടുകൾ അടച്ചിട്ടിരിക്കുകയാണ്, വീടുകൾ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ് ബോർഡ് തൂക്കിയിരിക്കുകയാണ്. വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ യൂറോപ്പിലേക്കും കാനഡയിലേക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള വീടുകൾ വിൽക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. ഭൂമിയുടെ വില താഴോട്ട് പോകുന്നു പല സ്ഥലങ്ങളിൽ. അങ്ങനെയുള്ള അവസ്ഥയാണ് തെക്കൻ കേരളത്തിലേക്കുള്ളത്. മലബാർ കുറച്ചുകൂടി ഭേദമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്ന ഒരു ദശാബ്ദക്കാലത്തെ CPM-ന്റെ ഭരണം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സാമൂഹിക ദുരന്തമാണ്. സാമൂഹിക ദുരന്തം. അതിൽ നിന്ന് കേരളത്തെ നമുക്ക് കൈപിടിച്ചുയർത്തിയേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം നിസ്സംശയം പറയാം. ഈ
പ്രിയപ്പെട്ടവർ, ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും തകർത്തെറിഞ്ഞ ഈ ദുർഭരണത്തെ അവസാനിപ്പിക്കാൻ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ട് തന്നെ പുതുയുഗയാത്ര മുന്നോട്ട് പോകുമ്പോൾ പല വിധത്തിലുള്ള നമുക്കില്ലാത്ത വിഷമാണ് ചില മാധ്യമങ്ങൾക്കും ചില ഇടതുപക്ഷക്കാർക്കും ഒക്കെ ഉള്ളത്, CPM-മാർക്കൊക്കെ ഉള്ളത്. നമ്മളൊരു വിശാലമായ ജനാധിപത്യ പാർട്ടിയാണ്, ജനാധിപത്യ മുന്നണിയാണ്. സ്വാഭാവികമായിട്ടും വേദിയിലും സദസ്സിലും ഇഷ്ടം പോലെ ആളുണ്ടാവും. നമ്മുടെ യാത്ര കണ്ടല്ലോ, പുതുയുഗ യാത്ര കാണുമ്പോൾ 10,000-കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുള്ള യാത്രയാണ് മുന്നോട്ട് പോകുന്നത്. അത് കാണുമ്പോൾ പല ആളുകൾക്കും ചൊറിഞ്ഞ് പൊട്ടുകയാണ്. എന്തായാലും അതിനുള്ള മരുന്ന് എന്തായാലും കോൺഗ്രസിന്റെ കയ്യിലില്ല. അവരുടെ ചൊറിച്ചിൽ മാറ്റാനുള്ള മരുന്ന് എന്തായാലും കോൺഗ്രസിന്റെ കയ്യിലില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ പുതുയുഗ യാത്രയുടെ മുൻപ് പോകുന്നൊരു യാത്രയുണ്ടല്ലോ, ഇതിന് മുൻപ് പോകുന്നൊരു യാത്ര, ഗോവിന്ദൻ മാഷ് നയിക്കുന്ന യാത്ര. മാഷോട് എനിക്ക് പറയാനുള്ളത്, മാഷ്ക്ക് എല്ലാ വേദികളിലും ഉദ്ധരിക്കാൻ പറ്റുന്ന ഒരു ബൈബിൾ വാചകം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിളിൽ സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, എനിക്ക് പിറകെ ഒരുത്തൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. അങ്ങനെ ഗോവിന്ദൻ മാസ്റ്റർക്ക് എല്ലാ വേദിയിലും പോയിട്ട് പറയാം, എനിക്ക് പുറകെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് നിങ്ങൾക്ക് ഓരോ വേദിയിലും പോയി പറയാൻ പറ്റുമെന്ന് മാത്രം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് പേർ പ്രസംഗിക്കാനുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട ഷുഹൈബിന്റെ പിതാവ് ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഞാനൊരു ഉറപ്പ് കൊടുക്കുകയാണ്, അദ്ദേഹത്തിന്റെ മകന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് നീതി കിട്ടിയിരിക്കും. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും നീതി കിട്ടേണ്ടതുണ്ട്. കാരണം ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് കുറെ കാലമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ ഇടതുപക്ഷം CPM കൊന്നു തള്ളിയിട്ടുള്ള നിരവധി മനുഷ്യർ, ആ രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട്. പലപ്പോഴും എന്റെ പഴയ പാർട്ടി BJP ആയിരുന്നു ഒരു വശത്തുണ്ടായിരുന്നത് ഈ CPM-ഉമായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷത്തിൽ. പക്ഷെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്വിച്ചിട്ടതുപോലൊന്നും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്ത് ഡീലാണ് അതിന് പുറകിലുണ്ടായെന്ന് എനിക്കറിയില്ല. ചില ആളുകൾ പോയി ചർച്ച നടത്തുന്നു, 5 സ്റ്റാർ ഹോട്ടലിൽ പോയി രഹസ്യ ചർച്ച നടത്തുന്നു, അങ്ങനെ സ്വിച്ചിട്ടതുപോലെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നു. ഇപ്പോ നമ്മുടെ പഴയ സലീം കുമാർ പറയുന്ന പോലെയാണ്, ഒരു അമ്മ പെറ്റ അളിയന്മാരെ പോലെയാണ് രാജീവ് ചന്ദ്രശേഖറും പിണറായി വിജയനും നടക്കുന്നത്. രണ്ടു കൂട്ടരും തമ്മിൽ എങ്ങനെയോ ഒത്തുതീർപ്പായിരിക്കുന്നു. രണ്ടു കൂട്ടരെയും പൊതു ആവശ്യമെന്ന് പറയുന്നത്, പൊതു ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്, UDF-നെ ഇല്ലാതാക്കുക. പക്ഷെ ഈ തെരഞ്ഞെടുപ്പോട് ഒരു കാര്യം ബോധ്യപ്പെട്ടു. എന്താണ് കാര്യം ബോധ്യപ്പെട്ടത്? UDF-നെ ഇല്ലാതാക്കാൻ, കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ അത് ഈ ജനാധിപത്യ ഇന്ത്യയിൽ സാധ്യമാകുന്ന കാര്യമല്ല. ഇന്ത്യ ഉള്ളിടത്തോളം കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. ഷുഹൈബിന്റെ പിതാവ് അടക്കമുള്ള വേദിയായതുകൊണ്ട് ആ വികാരം മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട്, കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ വികാരവും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നു, 60 നാളുകൾക്കപ്പുറം വരുന്ന ഒരു പുതിയ ഗവൺമെന്റ്, ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കണ്ണൂർ ജില്ലയിലും കേരളത്തിലും UDF-ന്റെ, കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ജീവിതവും ജീവനും കവർന്നെടുത്ത ആ മുഴുവൻ കൊലയാളികൾക്കും അർഹമായ ശിക്ഷ അത് വാങ്ങിക്കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് ഈ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.